ആത്മകഥയിൽ ഒരു ആസൂത്രണം ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പൊ വന്നത്. ഇതിൽ ആരുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? പാർട്ടിക്ക് അകത്തുള്ള ആളാണോ പുറത്തുള്ള ആളാണോ ഒരു ആസൂത്രണം? ഇത് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചോദിച്ചു, അതിന് ഞാനൊരു മറുപടിയും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയാലേ എനിക്ക് പറയാൻ പറ്റും ആരാണെന്നുള്ളത്. അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റൂ. ഞാനത് മാസങ്ങളായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു പ്രസിദ്ധീകരണക്കാരോടും ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. DC ബുക്സുകാർ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് മാതൃഭൂമിക്കാരും ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആലോചിച്ച് പുസ്തകം തയ്യാറാകട്ടെ. പിന്നെന്താ, ഞാൻ എൻ്റെ ഇവിടുത്തെ അത് എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ തന്നെയാണോ കൊടുക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ചിന്തയിൽ തന്നെ കൊടുക്കണമെന്നാണോ? അല്ല, നിങ്ങളുടെ പുസ്തകങ്ങൾ ചിന്തയിൽ കൊടുക്കുമോ? ഇത് ഇവിടെ പ്രസിദ്ധീകരണശാലകൾ ഒരുപാടുണ്ട്. ആ പ്രസിദ്ധീകരണശാലകൾ അവർ സമീപിക്കാറാണ്. ചിന്ത എന്നോട് സമീപിച്ചാൽ ഞാൻ അന്നേരം ഇപ്പം ഞാനൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ചിന്ത പബ്ലിക് ചിന്തയോട് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ പറയില്ല. തെറ്റാണത്. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അവരോട് ഞാൻ പറയില്ല, ഒരാളോടും പറയില്ല. ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കുന്നു, ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്ന് മാതൃഭൂമി ചോദിക്കുന്നു, DC ബുക്സ് ചോദിക്കുന്നു. അത് ചിന്ത ചോദിച്ചാൽ ഞാൻ അന്നേരം അത് ആലോചിച്ചിട്ട് നിലപാട് പറയും. പ്രസിദ്ധീകരണം DC നടത്തുകയാണ്, അവരാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ഈ പരാതി DGP കൊടുത്തതിന് DC-ക്കെതിരെ ഒരു പരാമർശമില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അത് അന്വേഷണത്തിന്റെ ഭാഗമായി വരുമല്ലോ. ഇനി എന്റെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാനത് പറയല്ലോ. അവരെന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ പ്രസാദ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ അറിയാതെ അതിലെ കുറേ കാര്യങ്ങൾ ഈ ചാനലിൽ വരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രസാദനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം കണ്ടിട്ട് പോലും നിങ്ങളിൽ എന്താ ഈ സംശയത്തിൻ്റെ ബാക്കി? എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. താങ്കളുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ആണെന്ന് പറഞ്ഞിട്ട് DC ഒരു FB കുറിപ്പിടുന്നത് പറഞ്ഞില്ലേ? അവർക്കെന്താ അതിന്റെ അധികാരം? പക്ഷേ താങ്കൾ നിഷേധിക്കുന്നു. DC-ക്ക് ഞാൻ അങ്ങനെ കരാർ കൊടുത്തിട്ടില്ല, പ്രസിദ്ധീകരിക്കാൻ DC ഏൽപ്പിച്ചിട്ടില്ല എന്ന് താങ്കൾ പരസ്യമായി പറയുന്നു. DC-ക്കെതിരെ ഇപ്പൊ താങ്കളെയും പാർട്ടിയെയും വലിയ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ട് പോലും DC-ക്കെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല? ഇന്നലെ വക്കീൽ നോട്ടീസ് കൊടുത്തത് അവർക്കാ. നിങ്ങളിത് മനസ്സിലാക്കാത്തതുകൊണ്ട് വക്കീൽ നോട്ടീസ് അല്ല, അതിനുള്ള നിയമ നടപടി ഒന്ന്. രണ്ടാമത്തത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള പോലീസ് നടപടി. ഇത് രണ്ടും ഞാൻ പ്രൊസീഡ് ചെയ്യാം. അതല്ലേ DGP കൊടുത്തത്. DGP കൊടുത്തത് ഇന്നലെയാണ്. ആരും ഒരാൾ DGP-ക്ക് നൽകിയ പരാതി ഒന്ന് ക്ലിയർ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. DGP-ക്ക് നൽകിയ പരാതിയിൽ DC ബുക്സിനെതിരെ അന്വേഷണം വേണമെന്ന് ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. എൻ്റെ പുസ്തകം അനധികൃത DC ബുക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടില്ല. എൻ്റെ ആത്മകഥ സംബന്ധിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ കുറേ വശങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ഉദ്ഘാടനമെന്ന് പറയുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, അത് സംബന്ധിച്ച് അന്വേഷണ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ DGP കൊടുത്ത പരാതി. എന്റെ ബുക്കിന്റെ പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ അതാണ് നിയമ നടപടികൾ ചെയ്തത്. ഞാൻ ഈ പേര് കൊടുക്കുമോ?
എന്നെ പരിഹസിക്കുന്ന ഒരു പേര് ഞാൻ കൊടുക്കും. നിങ്ങൾക്ക് ആ ബുദ്ധിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കട്ടെ. ഞാനല്ല, അതാ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ അത് സമയം വരെയും വന്ന് സോഷ്യൽ മീഡിയ അടക്കം നിയന്ത്രിക്കുന്ന പാർട്ടി സംവിധാനം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആത്മകഥയിൽ തന്നെ കേന്ദ്രീകരിക്കണ്ട. അല്ല, എല്ലാ കാര്യം പറഞ്ഞാലും പിന്നെ എനക്കെന്തിനാ മടി? അല്ല, നിങ്ങൾ പറ, എന്തിനാ മടി? ഞാനൊരു പരാതി കൊടുക്കുന്നത് വസ്തുതാപരമായി എൻ്റെ അറിവുകൾ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അത് രണ്ട് വഴിയാണ്. ഒന്ന് നിയമ നടപടി, അത് DC ബുക്സിൻ്റെ ആൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു, ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. മറ്റേത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് ഞാനറിയാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. അത് ക്രിമിനൽ നടപടിക്രമം ഗുരുതരമായ കുറ്റമാണ്. അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGP കൊടുക്കുന്നു. ഇതാണ് ചെയ്യേണ്ടത്.